പാലക്കാട് നഗരസഭാ കൗൺസിൽ യോഗത്തിലെ പ്രതിഷേധങ്ങൾ കയ്യാങ്കളിയിലേക്ക് നീങ്ങുന്നു. കറുത്ത തുണി വീശിക്കൊണ്ടുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ അവിടെ നടക്കുന്നത്. നേരത്തെ നമ്മൾ പാലക്കാട് നിന്നുള്ള ദൃശ്യങ്ങൾ കണ്ടതാണ്. പാലക്കാട് നൈപുണ്യ കേന്ദ്രത്തിന് ഹെഡ്ഗേവാറിന്റെ പേര് നൽകുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രതിഷേധം കുറെ കൂടി ശക്തമായിരിക്കുന്നു. RSS സ്ഥാപകന്റെ പേര് നൽകുന്നതിനൊരു രാഷ്ട്രീയമായ വിയോജിപ്പ് നേരത്തെ തന്നെ CPM UDF ഒക്കെ അറിയിച്ചതാണ്. ഇപ്പോൾ തീരുമാനത്തിനെതിരെ CPMന്റെ പ്രതിഷേധ സംഗമം നടക്കുന്നുണ്ടായിരുന്നു. നഗരസഭയ്ക്ക് മുന്നിലെ കനത്ത പോലീസ് സന്നാഹമുണ്ട്. ഇപ്പോൾ നഗരസഭാ കൗൺസിൽ യോഗത്തിലെ തർക്കങ്ങൾ കയ്യാങ്കളിയിലേക്ക് വഴിമാറിയിരിക്കുന്നു. ശ്രീജിത്ത് ശ്രീകുമാരൻ നമ്മളോടൊപ്പമുണ്ട്. ശ്രീജിത്ത്, ഉന്തും തള്ളും കരിങ്കൂടി വീശുന്നു, അങ്ങനെ കയ്യാങ്കളിയിലേക്ക് കൗൺസിൽ യോഗം മാറുന്നതാണല്ലോ നമ്മൾ കാണുന്നത്. തീർച്ചയായും ഗോപികൃഷ്ണൻ, സംഘർഷഭരിതമെന്ന് നിസ്സംശയം പറയാം. ചെയർപേഴ്സൺ പോലീസ് ഇടപെട്ടിരിക്കുന്നു. ചെയർപേഴ്സൺ അജണ്ടകളെല്ലാം പാസ്സായി എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോവുകയാണ്. ചെയർപേഴ്സൺ തടയാൻ ശ്രമിച്ചു. മുതിർന്ന അംഗം N ശിവരാജൻ അതാ തൊട്ടപ്പുറത്ത് കോൺഗ്രസ് അംഗങ്ങൾ സുഭാഷുമായി കയ്യേറ്റത്തിലേക്ക് ഏർപ്പെടുന്നു. വലിയ സംഘർഷം. നഗരസഭ വൈസ് ചെയർമാൻ കൃഷ്ണദാസ് അടക്കമുള്ള ആളുകളുണ്ട്. വലിയ പ്രതിഷേധം ഒരു മേഖലയിൽ നടക്കുന്നു. കോൺഗ്രസ് പുറത്തു നിന്നുള്ള BJP കോൺഗ്രസ് അംഗങ്ങളും ഈ പ്രതിഷേധത്തിന് വേണ്ടി വന്നിട്ടുണ്ട്. തൊട്ടപ്പുറത്ത് സദ്ദാം അടക്കമുള്ള കോൺഗ്രസ് പ്രവർത്തകർ, ജയഘോഷ് അടക്കമുള്ള കോൺഗ്രസ് പ്രവർത്തകർ തൊട്ടപ്പുറത്തുണ്ട്. വലിയ തോതിൽ പാലക്കാട് നഗരസഭയിൽ വലിയ സംഘർഷം. ഹെഡ്ഗേവാറിന്റെ പേര് നൈപുണ്യ വികസന കേന്ദ്രത്തിന് നൽകുന്നതുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധം ഒരു ഭാഗത്ത് നടക്കുന്നു. CPIM പ്രവർത്തകരെ മാറ്റിവിടാൻ വേണ്ടിയുള്ള ശ്രമം ഒരു ഭാഗത്ത്. എന്തായാലും വലിയ സംഘർഷം. നഗരസഭാ കൗൺസിൽ യോഗം ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നു. പക്ഷേ പോലീസ് ഇടപെട്ടിരിക്കുന്നു. RSS പ്രവർത്തകർ കൗൺസിൽ ഹാളിലേക്ക് കയറിയിരിക്കുന്നു എന്നാണ് ആക്ഷേപം. സുഭാഷ് BJP കൗൺസിലകത്ത് കയറിയാണ്. BJP-ക്കാർ കയറി. RSS ഗുണ്ടായിസം BJP-ക്കാർ കൗൺസിലിനകത്ത് കയറി എന്നാണ്. പുറത്തുനിന്ന് BJP-യുടെ ഗുണ്ടകൾ കൗൺസിൽ ഹാളിൽ കയറി ഇവിടെ അക്രമം അഴിച്ചുവിട്ടു. കൗൺസിലർമാരെ ക്രൂരമായിട്ട് മർദ്ദിച്ചു. ജനാധിപത്യ കേരളത്തിന് അപമാനമാണ്. പാലക്കാട് നഗരസഭയിൽ അവിടെ വലിയ സംഘർഷം. അവിടെ വലിയ സംഘർഷം. ഇതാ കോൺഗ്രസ് പ്രവർത്തകർ ഒരു ഭാഗത്തും BJP-ക്കാർ മറ്റൊരു ഭാഗത്തും നിന്നുകൊണ്ട് വലിയ സംഘർഷത്തിലേക്ക് പോകുന്നു. കോൺഗ്രസ് പ്രവർത്തകരാണുള്ളത്. യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് ജയഘോഷ്. എന്താ ജയഘോഷ് സംഭവിച്ചത്? ഇന്ന് കൗൺസിലിലെ അജണ്ട പോലും അവതരിപ്പിക്കാതെ RSS എന്നാണ് പറയുന്നത്. RSSന്റെ പ്രവർത്തകർ കൗൺസിൽ യോഗത്തിലേക്ക് തള്ളിക്കയറി. സംഘർഷം. പോലീസും RSS ഇതാ വീണ്ടും പോലീസും നഗരസഭാ കൗൺസിലർമാരും യൂത്ത് കോൺഗ്രസുകാരും തമ്മിൽ സംഘർഷം ഉണ്ടാകുന്നു. വലിയ തോതിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും കോൺഗ്രസ് പ്രവർത്തകരും സംഘടിച്ച് ഇതിനകത്തുണ്ട്. CPIM പ്രവർത്തകർ മറുഭാഗത്തുണ്ട്. വലിയ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നു. BJP-യുടെ കൗൺസിലർ ശശികുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഇതാ വീണ്ടും BJP-യുടെ നേതാവാണ് ശശികുമാർ, കൗൺസിലറാണ്. ഇതാ കോൺഗ്രസ് പ്രവർത്തകർ കൊടി ഉയർത്തിയെന്നാണ് ഇവിടെ ആക്ഷേപമായി ഉയർത്തിയിരിക്കുന്നത്. എന്തായാലും പോലീസ് ഒരു ഭാഗത്തുണ്ട്. അവരുടെ ആക്ഷനിലേക്ക് ഇതുവരെ കടന്നിട്ടില്ല. SP-യുടെ നേതൃത്വത്തിലുള്ള സംഘം ഇവിടെ തന്നെ തുടരുകയാണ്. വലിയ സംഘർഷം എന്ന് നിസ്സംശയം നമുക്ക് പറയാം. ഒരു ഭാഗത്ത് BJP RSS പ്രവർത്തകർ പാലക്കാട് നഗരത്തിലെ ജിന്ന സ്ട്രീറ്റ് എന്ന പേര് മാറ്റണം, ആ നടപടി മാറ്റണമെന്ന ആവശ്യവുമായി അവരും ഒരു ഭാഗത്തുണ്ട്. എന്തായാലും വലിയ സംഘർഷം. നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരനെ BJP പ്രവർത്തകർ ഒരു ഭാഗത്തേക്ക് മാറ്റിക്കൊണ്ടുപോയിട്ടുണ്ട്. N ശിവരാജൻ BJP-യുടെ മുതിർന്ന കൗൺസിലറും കോൺഗ്രസിന്റെ കൗൺസിലർ സുഭാഷും തമ്മിൽ വലിയ സംഘർഷം നടന്നു. കോൺഗ്രസിന്റെ കൗൺസിലർ മൻസൂർ മറിഞ്ഞു വീഴുന്ന സാഹചര്യം ഉണ്ടായി. നഗരസഭയിൽ കലുഷിതമായ രംഗങ്ങളാണ് RSS സ്ഥാപകൻ ഹെഡ്ഗേവാറിന്റെ പേരുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നത്. ഇതാ പോലീസ് ഇവിടേക്ക് ഇടപെട്ടിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ഒരു ഭാഗത്തേക്ക് മാറ്റി, കോൺഗ്രസ് പ്രവർത്തകരെ ഒരു ഭാഗത്തേക്ക് മാറ്റി. എന്തായാലും വലിയ തോതിലുള്ള പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ് നഗരസഭയ്ക്കകത്ത്. ഗോപി, വലിയ പ്രതിഷേധം. നഗരസഭാ കൗൺസിൽ യോഗത്തിലെ തർക്കങ്ങൾ, വിമർശനങ്ങൾ അത് കയ്യാങ്കളിയിലേക്ക് മാറിയിരിക്കുന്നു. ഉന്തും തള്ളിലേക്ക് കടന്നിരിക്കുന്നു. കറുത്ത കൊടി വീശിക്കൊണ്ടുള്ള പ്രതിഷേധങ്ങളിലേക്ക് കടന്നിരിക്കുന്നു. പാലക്കാട് നഗരസഭാ കൗൺസിൽ യോഗത്തിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. നൈപുണ്യ കേന്ദ്രത്തിന് RSS സ്ഥാപകൻ KB ഹെഡ്ഗേവാറിന്റെ പേര് നൽകാനുള്ള നഗരസഭാ തീരുമാനത്തിനെതിരെ നേരത്തെ തന്നെ വലിയ വിമർശനങ്ങളും രാഷ്ട്രീയ പ്രതിഷേധങ്ങളും ഉയർന്നു വന്നതാണ്. അതിന്റെ ഭാഗമായി UDF ഇടതുപക്ഷ അംഗങ്ങൾ ശക്തമായ പ്രതിഷേധം ഉന്നയിച്ചു, വിമർശനങ്ങൾ ഉന്നയിച്ചു. വാക്കേറ്റമായി, തുടർന്ന് കയ്യാങ്കളിയായി, മേശമേൽ കയറി നിന്നുള്ള തർക്കങ്ങളിലേക്ക് കാര്യങ്ങൾ മാറി. കറുത്ത കൊടി വീശിക്കൊണ്ടുള്ള പ്രതിഷേധങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തി. പോലീസ് ഇപ്പോൾ കൗൺസിൽ യോഗം നടക്കുന്ന ഹാളിലേക്ക് കടന്ന് അവരെ നിയന്ത്രിക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷേ കാര്യങ്ങൾ ഏറെക്കുറെ കൈവിട്ടുപോയ അവസ്ഥയുണ്ട്. ആളുകൾ ഉന്തും തള്ളും പരസ്പരം പിടിച്ചു തള്ളിക്കൊണ്ടുള്ള പ്രതിഷേധത്തിലേക്ക് മാറിയിരിക്കുന്നു. പുറത്ത് CPM-ന്റെ പ്രതിഷേധ സംഗമം നടക്കുകയാണ്.
വലിയ പോലീസ് സന്നാഹം രാവിലെ മുതൽ തന്നെ പാലക്കാട് നഗരസഭയ്ക്ക് പുറത്തുണ്ടായിരുന്നു. നഗരസഭാ കൗൺസിൽ യോഗം ഈ തരത്തിൽ അലങ്കോലപ്പെടും എന്നുള്ള ഒരു തോന്നലുമുണ്ടായിരുന്നു. അത് ഏതായാലും ഇപ്പോൾ അക്ഷരാർത്ഥത്തിൽ അതുപോലെ തന്നെ സംഭവിച്ചിരിക്കുന്നു. നേരത്തെ എന്താണോ കരുതിയിരുന്നത് അതുപോലെ കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന അവസ്ഥയാണ്. മാധ്യമങ്ങൾക്ക് ഇടയിൽ ഇപ്പോൾ നമ്മൾ കാണുന്നത്, മാധ്യമങ്ങളുടെ ക്യാമറകൾക്കിടയിലൂടെ നമ്മൾ കാണുന്നത് പരസ്പരം വാക്കേറ്റം നടത്തിയും ഉന്തും തള്ളും നടത്തിയും വിമർശനങ്ങൾ ഉന്നയിച്ചും പ്രതിഷേധം അറിയിച്ചുമുള്ള കൗൺസിലർമാരുടെ നടപടികളാണ്. അതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ശ്രീകുമാരൻ ഞങ്ങളുടെ പ്രതിനിധി ഇപ്പോൾ കൗൺസിൽ യോഗം നടക്കുന്ന ഹാളിനകത്തുണ്ട്. ശ്രീജിത്ത് അതിൻ്റെ മറ്റ് വിശദാംശങ്ങൾ കൂടി നമ്മളുമായി പങ്കുവയ്ക്കും. ശ്രീജിത്ത്, ഇപ്പോൾ കാര്യങ്ങൾ വീണ്ടും കൈവിട്ടു പോവുകയാണോ? നിയന്ത്രിക്കാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ടോ? തീർച്ചയായും ജി കെ, ഇക്കാര്യത്തിൽ BJP കൗൺസിലർമാർ ഒരു ഭാഗത്ത് അവരെ പോലീസ് നീക്കം ചെയ്യുന്നുണ്ട്. ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് നഗരസഭാ കൗൺസിൽ യോഗം പിരിച്ചുവിട്ടു എന്ന് പറഞ്ഞപ്പോൾ തന്നെ BJP പ്രവർത്തകർ ഒരു ഭാഗത്ത് വലിയ പ്രതിഷേധവുമായി രംഗത്ത് നഗരസഭാ കൗൺസിൽ ഹാളിനകത്തേക്ക് വരികയായിരുന്നു. RSSകാരെ ഉപയോഗിച്ച് ആക്രമണം നടത്തി BJP എന്ന ആക്ഷേപമാണ് ഉയർത്തുന്നത്. എന്തായാലും ഇപ്പോൾ BJP പ്രവർത്തകർ ഒരു ഭാഗത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട്, കോൺഗ്രസ് പ്രവർത്തകരെ മറ്റൊരു ഭാഗത്തേക്ക് നീക്കിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും പോലീസുമായി വലിയ തോതിലുള്ള സംഘർഷം ഈ മേഖലയിൽ നടക്കുന്നുവെന്ന് നമുക്ക് നിസ്സംശയം പറയാം. നേരത്തെ വലിയ കലുഷിതമായ രംഗങ്ങളായിരുന്നു പാലക്കാട് നഗരസഭയിലുണ്ടായത്. ഹെഡ്ഗേവാറിന്റെ പേര് ഒരു കാരണവശാലും നൈപുണ്യ വികസന കേന്ദ്രത്തിന് നൽകാനാകില്ല എന്ന നിലപാടിൽ പ്ലക്കാർഡ് അടക്കം ഉയർത്തി കോൺഗ്രസ് CPIM അംഗങ്ങൾ രംഗത്ത് വരികയായിരുന്നു. സ്വാഭാവികമായി ഇത്തരത്തിൽ വന്ന നിലപാട് ഉയർത്തിയപ്പോൾ BJP മറുഭാഗത്ത് മുദ്രാവാക്യം വിളികളുമായി രംഗത്ത് വരുന്നൊരു സാഹചര്യം ഉണ്ടായി. എന്തായാലും വലിയ പ്രതിഷേധം കൗൺസിലിനകത്തും പുറത്തും നടക്കുന്ന സാഹചര്യം. പുറത്ത് CPIM നേതാക്കൾ അവരുടെ പ്രതിഷേധവുമായി പുറത്തുണ്ട്, DYFI പ്രവർത്തകർ പുറത്തുണ്ട്. അവിടെയും വലിയ പ്രതിഷേധം നഗരസഭയ്ക്ക് പുറത്ത് നടക്കുന്നുണ്ട്. എന്തായാലും BJP പ്രവർത്തകർ ഇപ്പോൾ നഗരസഭാ കൗൺസിൽ ഹാളിന് പുറത്തേക്ക് BJP പ്രവർത്തകരെ മാറ്റുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. എന്തായാലും പാലക്കാട് നഗരത്തിൽ കളിക്കാല സ്ട്രീറ്റിനെ ജിന്ന സ്ട്രീറ്റ് ആക്കിയ നടപടി പിൻവലിക്കുക. പണ്ട് മുതലേ ആ ഒരു പേരുണ്ടായിരുന്നു, ആ പേര് നിലനിർത്തുക എന്നാണ് അവരുടെ ഒരു ആക്ഷേപം. എന്തായാലും നഗരസഭാ കൗൺസിലിനകത്തേക്ക് BJP പ്രവർത്തകർ ചെയർപേഴ്സൺ വളരെ പാടുപെട്ടാണ് ഈ സംഘർഷത്തിനിടയിൽ നിന്ന് പുറത്തേക്ക് പോയത്. പാലക്കാട് സമാനമായ രീതിയിൽ എല്ലാ കാലത്തും നടക്കുന്ന ഒരു കാര്യം തന്നെയാണിത്. BJPയുടെ കൗൺസിലർ മിനി കൃഷ്ണകുമാർ കൂടി നമ്മോടൊപ്പം ചേരുന്നത്. എന്താണ് ഈ ഒരു വിഷയത്തിൽ നിങ്ങൾക്ക് പറയാനുള്ളത്? ഈ വിഷയത്തിൽ നമ്മൾ അങ്ങനെ ഒരു തീരുമാനം ഹെഡ്ഗേവാർജിയുടെ പേരിടാനായിട്ട് ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അത് നടപ്പിലാക്കിയിരിക്കും, ഒരു സംശയമില്ല. ജിന്ന സ്ട്രീറ്റുമായി ബന്ധപ്പെട്ട വിവാദം. ജിന്ന സ്ട്രീറ്റ് എന്ന് പറഞ്ഞാൽ ജിന്ന എന്ന് പറഞ്ഞാൽ നിരാഷ്ട്രവാദിയാണ്. അദ്ദേഹം ഹിന്ദുക്കൾക്കെതിരായിട്ട് ഡയറക്റ്റ് ആക്ഷൻ കൊണ്ടുവന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹമാണ് ഈ നമ്മുടെ കൗൺസിലിനകത്തേക്ക് കയറി നിങ്ങളെന്നാണ് BJPയുടെ കൗൺസിലർമാർ അല്ലാത്തവർ എന്നാണ് അവരുടെ ആക്ഷേപം. കൗൺസിലിനകത്തേക്ക് കയറിയതല്ല, കൗൺസിലിൽ അടി തുടങ്ങി പുറത്തുനിന്ന് ആൾ കയറി അടി തുടങ്ങിയപ്പോഴാണ് ഞങ്ങൾ വന്നത്. കോൺഗ്രസ് പ്രവർത്തകരുടെ ആവശ്യം. എന്തായാലും ഒരു ഭാഗത്ത് കോൺഗ്രസ് പ്രവർത്തകരുണ്ട്, ഇതിനകത്തേക്ക് CPIM നേതാക്കളെല്ലാവരും തന്നെ അകത്തേക്ക് വരുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. കൗൺസിൽ ഹാളിനകത്ത് വീണ്ടും കൗൺസിൽ ഹാളിനകത്ത് അവിടെ സംഘർഷം നടക്കുകയാണ്. പാലക്കാട് നിന്ന് സമീർ ബിൻ കരീം കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഞാൻ ശ്രീജിത്തിലേക്ക് വരാം, സമീറിലേക്ക് കൂടി ഒന്ന് പോയ ശേഷം. സമീർ, ഇത് ഒരു സംഘർഷം കയ്യാങ്കളിയിലേക്കൊക്കെ കടന്നിരിക്കുന്നു. പേരിടലിൽ ഇപ്പോൾ ഒരു കൂട്ടയടി നടക്കുകയാണ്. ഹെഡ്ഗേവാറിന്റെ പേര് ഇടുന്നത് സംബന്ധിച്ചിട്ടുള്ള വിമർശനങ്ങൾ നേരത്തെ തന്നെ ഉയർന്നതാണ്. പുറത്ത് CPIMന്റെ പ്രതിഷേധ സംഗമം നടക്കുന്നുണ്ടല്ലോ. സമീർ, എന്താണ് ഇപ്പോൾ നിലവിൽ അവിടുത്തെ സാഹചര്യം? നിലവിൽ പുറത്ത് പ്രതിഷേധ സംഗമം ശാന്തമാണെങ്കിലും ഈ നഗരസഭയ്ക്ക് അകത്താണ് സംഘർഷം ഉള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു കാര്യം. നിലവിൽ ഭരണകക്ഷി അംഗങ്ങളും മറ്റുള്ളവരും ചേർന്നുകൊണ്ട് സംഘർഷത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യം, പലപ്പോഴായി പോലീസിനും നിയന്ത്രിക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണ് ഇവിടെ ഉള്ളത്. അംഗങ്ങൾ പരസ്പരം കയ്യാങ്കളിയിലപ്പുറം ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യത്തിൽ കാര്യങ്ങൾ പോയി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള കാര്യം. ഏറ്റവും ഒടുവിൽ BJP അംഗങ്ങൾ മാധ്യമങ്ങളോട് സംസാരിക്കുന്ന സമയത്താണ് ഇരു വിഭാഗവും തമ്മിൽ സംഘർഷത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇപ്പോൾ പ്രതിപക്ഷം ഈ നഗരസഭ അകത്ത് പ്രതിഷേധ മുദ്രാവാക്യം വിളിക്കുകയാണ്. ഒരു തരത്തിലും ഈ ഹെഡ്ഗേവാറിന്റെ പേര് നൽകാൻ അനുവദിക്കില്ലെന്ന് തന്നെയാണ് ഈ CPM അതോടൊപ്പം തന്നെ UDF അംഗങ്ങളുടെ നിലപാട്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് ഈ നഗരസഭയ്ക്കകത്ത് പ്രതിഷേധ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പ്രതിപക്ഷ അംഗങ്ങൾ ഇതുവഴി സഞ്ചരിക്കുകയാണ്. മറുപക്ഷത്ത് ഭരണപക്ഷ അംഗങ്ങളാണെങ്കിൽ അവരെ കൈകാര്യം ചെയ്യാനുള്ള ശ്രമവും നടത്തുന്നു. അങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംഘർഷത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഇവിടെ നിലവിലുള്ളത്. ഗോപികൃഷ്ണൻ, ശരിയൊരു സംഘർഷത്തിലേക്ക് എത്തിയിട്ടുണ്ട് കാര്യങ്ങൾ. കാരണം പിടിച്ചു തള്ളുന്നു, ഉന്തും തള്ളുമാണ്. അവിടെ സംഘർഷ സാഹചര്യങ്ങൾ രൂപപ്പെട്ട് കഴിഞ്ഞു. ആദ്യമുണ്ടായിരുന്ന വിമർശനങ്ങൾ പിന്നീട് അതൊരു തർക്കത്തിലേക്ക് മാറുന്നു, അത് വാക്കേറ്റമാകുന്നു, അതിനുശേഷം കയ്യാങ്കളിയിലേക്ക് ചുവടുമാറുന്നു. അങ്ങനെ കൗൺസിൽ യോഗത്തിനകത്ത് നടന്നത് യഥാർത്ഥത്തിൽ നാടകീയമായ രംഗങ്ങളാണ്. ഇപ്പോഴത് ഈ പാലക്കാട്ടെ നഗരസഭാ കൗൺസിൽ യോഗം അക്ഷരാർത്ഥത്തിൽ ഒരു തല്ല് സഭയായി മാറിയിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം.
നമുക്ക് മറ്റ് വിശദാംശങ്ങൾ കൂടി നോക്കാം. ശ്രീജിത്ത് ശ്രീകുമാരൻ നമ്മളോടൊപ്പം ഉണ്ട്. ശ്രീജിത്ത് പറയൂ. ഇവരാര് വിചാരിച്ചാലും ഒരു പുല്ല് നടക്കില്ല പാലക്കാട് നഗരത്തില്. ഭാരതീയ ജനതാ പാർട്ടിയുടെ കോട്ടയാണ് പാലക്കാട് നഗരസഭ. അതിൽ യാതൊരുവിധ സംശയമില്ല. ഗഡ്ഗാവറുടെ അജണ്ട പാസ്സായി. നൈപുണ്യത്തിന് ഗഡ്ഗാവറുടെ പേര് തന്നെ വിചാരിച്ച് വെച്ചുകൊണ്ട് ആ നൈപുണ്യ തീർച്ചയായും ജി കെ, ഇക്കാര്യത്തിൽ കോൺഗ്രസ് പ്രവർത്തകർ ഇവിടെ തന്നെ തുടരുകയാണ്. അവർ പുറത്തേക്ക് പോകുന്നു എന്ന് കോൺഗ്രസ് പ്രവർത്തകർ ഇതാ പ്രതിഷേധവുമായി പുറത്തേക്ക് കടക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലെ സാഹചര്യത്തിലുള്ളത്. എന്തായാലും വലിയ പ്രതിഷേധം കഴിഞ്ഞതിന് ശേഷം കോൺഗ്രസ് പ്രവർത്തകർ ഇതാ പുറത്തേക്ക് പോകുന്നു. കോൺഗ്രസിന്റെ കൗൺസിലർമാർ, CPIM-ന്റെ കൗൺസിലർമാർ എല്ലാവരും ഇതാ പുറത്തേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. വലിയ പ്രതിഷേധം ഒരു ഭാഗത്ത് ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നു. കയ്യാങ്കളി താൽക്കാലികമായി അവസാനിപ്പിച്ച് കോൺഗ്രസ് പ്രവർത്തകർ ഇതാ പുറത്തേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. എന്തായാലും സമീർ ബിൻ കരീം കൂടി പുറത്ത് നിന്ന് ചേരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കോൺഗ്രസ് പ്രവർത്തകർ ഇപ്പോൾ പുറത്തേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ്. വലിയ പ്രതിഷേധം ഒരു ഭാഗത്ത് നടക്കുന്നു. എന്തായാലും ഈ പാലക്കാട് നഗരസഭ സമീപകാലത്ത് കണ്ട വലിയ പ്രതിഷേധം അത് ഹെഡ്ഗേവാറിന്റെ പേരിലാണ് നടന്നിരിക്കുന്നത്. എന്തായാലും പേരിട്ട് കഴിഞ്ഞു എന്നാ പറയുന്നത്. ഇല്ല, ഒരിക്കലും അവരുടെ സാമർത്ഥ്യമല്ലേ എല്ലാം പാസ്സാക്കിയെന്ന് പറഞ്ഞാൽ മര്യാദയല്ലല്ലോ. ജനങ്ങളെല്ലാം തീർച്ചയായും എല്ലാം ഓരോ പേരിടുന്നത് നടക്കില്ല. എങ്ങനെ പേരിടുന്നത്? ഇവർ കൗൺസിൽ അജണ്ടയിൽ ഇപ്പോഴാണ് വരുത്തുന്നത്. തീർച്ചയായും BJP പ്രവർത്തകർ ഒരു ഭാഗത്തുണ്ട്. BJP പ്രവർത്തകർ പാലക്കാട് നിന്നുള്ള ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നു. നൈപുണ്യ കേന്ദ്രത്തിന് RSS സ്ഥാപകൻ KB ഹെഡ്ഗേവാറിന്റെ പേര് നൽകാനുള്ള പാലക്കാട് നഗരസഭാ തീരുമാനത്തിനെതിരായിട്ടുള്ള പ്രതിഷേധമാണ് കയ്യാങ്കളിയിലേക്ക് മാറിയിരിക്കുന്നത്. പാകിസ്ഥാന്റെ രാഷ്ട്രപിതാവായിട്ടുള്ള ജിന്നയുടെ പേര് ഈ സമയത്ത് ഇവിടെ ഇടുന്നത് അവർക്ക് ഇത്രത്തോളം അനുയോജ്യമാണെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടി ശക്തമായി അതിനെ എതിർക്കുകയാണ്. ഈ പേര് രാഷ്ട്രത്തിന്റെ വിരോധിയായിട്ടുള്ള ജിന്നയുടെ ഈ പേര് മാറ്റണം. തീർച്ചയായും അതാണ് BJP-യുടെ ഒരു ആവശ്യം. എന്തായാലും BJP പ്രവർത്തകർ ഇപ്പോൾ പ്രതിഷേധവുമായി നഗരസഭയ്ക്കകത്താണുള്ളത്. കോൺഗ്രസ് പ്രവർത്തകർ എന്തായാലും പുറത്തേക്ക് പോകുന്ന ഒരു കാഴ്ച, CPIM പ്രവർത്തകർ പുറത്തേക്ക് പോകുന്ന ഒരു കാഴ്ച. പക്ഷേ ഒരു കാരണവശാലും ഹെഡ്ഗേവാറിന്റെ പേര് നൈപുണ്യ വികസന കേന്ദ്രത്തിന് ഇടാൻ അനുവദിക്കില്ല എന്നൊരു നിലപാട് അവർ ഉറച്ചു നിൽക്കുകയാണ്. അതായത് UDF CPIM അംഗങ്ങൾ ഉറച്ചു നിൽക്കുകയാണ്. വലിയ പ്രതിഷേധം ഉയർത്തുന്നു. അതിന് മറുവാദം എന്നോണമാണ് കൃത്യമായ രീതിയിൽ ഇപ്പോൾ വലിയ പ്രതിഷേധം. ജിന്ന സ്ട്രീറ്റ് എന്ന പേരിട്ടുവെന്ന ആക്ഷേപം ഉന്നയിച്ചുകൊണ്ട് കൃത്യമായ രീതിയിൽ BJP മറുപടി നൽകിയിരിക്കുന്നത്. BJP-യുടെ ഇവിടുത്തെ മണ്ഡലം നേതാക്കളാണ് എത്തിയിട്ടുള്ളത്. പുറത്ത് CPIM DYFI പ്രവർത്തകർ അവിടെ പ്രതിഷേധം നടത്തുന്നുണ്ട്. എന്തായാലും വലിയ പ്രതിഷേധം, മണിക്കൂറുകൾ നീണ്ട സംഘർഷത്തിന് താൽക്കാലികമായ വിരാമം. വലിയ പോലീസ് സന്നാഹം പാലക്കാട് നഗരസഭയിൽ തുടരുകയാണ്. എന്തായാലും വലിയ പ്രതിഷേധവുമായി BJP പ്രവർത്തകരും ഒരു ഭാഗത്ത് കോൺഗ്രസ് CPIM പ്രവർത്തകരും നിലയുറപ്പിച്ചിരിക്കുന്നു. വലിയ പ്രതിഷേധം ഇനി നഗരസഭയ്ക്ക് പുറത്തേക്ക് ഏതെങ്കിലും തരത്തിൽ പ്രതിഷേധത്തിന് സാധ്യതയുണ്ടോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. വലിയ പോലീസ് സന്നാഹം ഇവിടെ തന്നെ തുടരുകയുമാണ്. GK. ശരി, നമുക്കൊരു ചെറിയ ഇടവേളയിലേക്ക് പോകണം. ഇപ്പോൾ പാലക്കാട് നഗരസഭ കൗൺസിൽ യോഗത്തിലുണ്ടായ കയ്യാങ്കളിയുടെ ദൃശ്യങ്ങളും അവിടെ നിന്നുള്ള വിവരങ്ങളുമാണ് നമ്മൾ പരിശോധിച്ചത്. നൈപുണ്യ കേന്ദ്രത്തിന് RSS സ്ഥാപകൻ KB ഹെഡ്ഗേവാറിന്റെ പേര് നൽകാനുള്ള നഗരസഭാ തീരുമാനത്തിനെതിരായിട്ടുള്ള പ്രതിഷേധമാണ് പിന്നീട് കയ്യാങ്കളിയിലേക്ക് വഴിമാറിയിരിക്കുന്നത്. നഗരസഭയ്ക്ക് മുന്നിൽ കനത്ത പോലീസ് സന്നാഹം നിലയുറപ്പിച്ചിട്ടുണ്ട്. നേരത്തെ കൗൺസിൽ യോഗം തുടങ്ങിയ ഉടൻ തന്നെ പ്രതിപക്ഷാംഗങ്ങൾ, UDF CPM അംഗങ്ങൾ അവരുടെ പ്രതിഷേധം അറിയിച്ചിരുന്നു. അത് പിന്നീട് ആ വിമർശനങ്ങൾ കുറെ കൂടി കനപ്പിച്ചു. അതിനുശേഷം അത് വാക്കുതർക്കമായി, തുടർന്ന് അത് വാക്കേറ്റത്തിലേക്കും കയ്യാങ്കളിയിലേക്കും മാറുന്നതാണ് നമ്മൾ കണ്ടത്. അതിന്റെ ദൃശ്യങ്ങൾ നമുക്ക് ഇപ്പോഴും കാണാൻ കഴിയും സ്ക്രീനിൽ. ശ്രീകുമാരനും സമീർ ബിൻ കരീം ഞങ്ങളുടെ പ്രതിനിധികളാണ് പാലക്കാട്ട് നിന്നുമുള്ള ഈ വിവരങ്ങൾ നൽകിയത്.